അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബുൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഇന്ന് വെജിറ്റേറിയൻസിന് ഇഷ്ടപ്പെട്ട ഒരു വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. വെജിറ്റബിൾ ബിരിയാണി അല്ലെങ്കിൽ വെജിറ്റബിൾ പുലാവ് എന്ന് പറയാം. അപ്പോൾ എപ്പോഴും ഈ ഫിഷ് മീറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പം വെജിറ്റേറിയൻസിനും കുറച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പം അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വെജിറ്റബിൾ പുലാവാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം ഈ ഒരു പുലാവിന് ഞാനിപ്പം ബസുമതി അരിയല്ല എടുത്തത്. സാധാരണ നമ്മൾ നെയ്ച്ചോറിന് ഉണ്ടാക്കുന്ന ജീരകശാലൻ്റെ അരി ഉണ്ടല്ലോ, ആ അരി വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ബസുമതി റൈസ് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. എപ്പോഴും ബസുമതി അരിനെക്കാട്ടിലും എനിക്കിഷ്ടം, നമുക്കിവിടെ എല്ലാവർക്കും ഇഷ്ടം നെയ്ച്ചോറിൻ്റെ അരി തന്നെയാണ്. അപ്പം ഈസി ആയിട്ട് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അപ്പം ഇതിനായിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് അരി നോക്കാം. ഞാനിപ്പം സാധാരണ നമ്മുടെ ജീരകശാല അരിയാണ് എടുത്തത്. ഇത് 1.5 ഗ്ലാസോളം അരി ഉണ്ടാവും. നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഊറാനായിട്ട് ഒരു അരിപ്പയിലേക്ക് അങ്ങ് ഇട്ട് വെക്കണം. ഇപ്പോൾ ബസ്മതി അരിയാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ വേണ്ടത് അരമുറി സവാള ഞാൻ ഫ്രൈ ചെയ്യാൻ മാറ്റി വെച്ചതാണ്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും 5-6 പച്ചമുളക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ ഉള്ളത് കുറച്ച് ഇലകൾ വേണം, മല്ലിയില, പുതിനയില, കറിവേപ്പില. ഞാനൊരു ബിരിയാണി ഇലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത് ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, കുറച്ച് വലിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ്, 5-6 ബീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കോളിഫ്ലവറും കുറച്ച് ക്യാബേജും എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെയും ഒരു മീഡിയം വലിപ്പത്തിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വലുതും അല്ല, എന്നാൽ ഒരുപാട് ചെറുതുമല്ല. നമ്മൾ ഫ്രൈഡ് റൈസിന് ചെയ്യുന്ന പോലെ നന്ന് നേർമയാക്കിയിട്ടല്ല അരിഞ്ഞെടുത്തത്, കുറച്ച് വലിയ സൈസാക്കിയിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തത്, ഒരു മീഡിയം വലിപ്പത്തിൽ. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് ചെറിയ സൈസിലുള്ള സോയ ചങ്ക്സ് ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് കാഷ്യൂനട്ടും തൈരും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാല, പട്ട, ഗ്രാമ്പു, ഏലക്ക, അതിൻ്റെ കൂടെ ബേ ലീഫ്. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം അളന്ന് വെച്ചതാണ്. ഞാനിപ്പം 1.5 ഗ്ലാസ് അരിയാണ് എടുത്തത്. അതിന് കണക്കായിട്ട് 2.5 ഗ്ലാസ് വെള്ളം ഞാൻ അളന്നിട്ട് ചൂടാക്കി വെച്ചതാണ്. പച്ചമുളക് ചതച്ച മിക്സി ഒന്ന് കഴുകിയിട്ട് ഞാൻ അതും കൂടെ വെള്ളം എടുത്തതാണ്. ആ പച്ചമുളകിൻ്റെതാണ് വെള്ളത്തിലൊക്കെ കാണുന്നത്. പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ഞാൻ വേവിച്ചെടുത്ത് വെച്ചതാണ്. അപ്പോൾ എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് അരി ഒന്ന് കഴുകിയിട്ട് വെള്ളം ഊറാനായിട്ട് ഒരു അരിപ്പയിലിട്ട് വെക്കണം. അതിനായിട്ട് ഞാനിപ്പം അരിയിലേക്ക് കുറച്ച് വെള്ളം ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് കഴുകിയെടുക്കുന്നുണ്ട്. ഒരു 2-3 തവണ നന്നായി കഴുകി വെള്ളം നന്നായി ക്ലിയറായി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അരിപ്പയിലിട്ട് വെക്കാം. വെള്ളത്തിലേക്ക് അരി അങ്ങനെ കുതിർത്ത് വെക്കണ്ട, ഇത് നേരിയ അരിയല്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുതിർത്ത് വെക്കണ്ട. ബസുമതി അരിയാണെങ്കിൽ കുറച്ച് സമയം ഒന്ന് കുതിർത്ത് വെച്ചിട്ട് വെള്ളം ഊറ്റാനായിട്ട് വെച്ചാൽ മതി. അങ്ങനെ ഞാനിപ്പം അരി നന്നായി കഴുകിയിട്ട് ഒരു അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോയ ചങ്ക്സ് ഒന്നങ്ങ് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പം കുറച്ച് സമയം ഇതും ഞാൻ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളം നന്നായി ഒന്നങ്ങ് എന്താ പറയുക പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടൊന്നങ്ങ് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നപ്പം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്ന ഓയിലിലേക്ക് നമുക്ക് ഈ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് മൊരിച്ചെടുക്കണം, നന്നായി പൊരിഞ്ഞ് വരണം. അപ്പോൾ ഇതിൻ്റെ വലിയ സൈസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ചെറിയ പീസാക്കിയിട്ട് ഒരു 4 പീസൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പം ചെറിയ സൈസ് ഉള്ളതുകൊണ്ട് അതുതന്നെയാണ് കൂടുതലും നല്ലത്. അങ്ങനെ ഇതിപ്പോൾ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ലൊരു ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് നേരത്തെ മാറ്റി വെച്ച ഒരു അരമുറി സവാള ഉണ്ടല്ലോ പൊരിക്കാനായി മാറ്റി വെച്ചത്, ആ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് പൊരിച്ചെടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ വെറുതെ ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പൊരിച്ചെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് നട്ട്സും കൂടെ പൊരിച്ചെടുക്കണം, കുറച്ച് കാഷ്യൂവും കൂടെ പൊരിച്ചെടുക്കാം. അങ്ങനെ രണ്ടും ഞാനിപ്പം പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറുണ്ടാക്കി തുടങ്ങാം. അപ്പം ഞാനിപ്പം ആ പാത്രം മാറ്റിയിട്ട് ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. കുക്കർ നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് ബട്ടറോ നല്ല നെയ്യ്, അതായത് ഗീയോ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ചങ്ക്സും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ പൊരിച്ച ആ ഒരു എണ്ണ ഉണ്ടല്ലോ, അതും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. 2 ബേ ലീഫ്, അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു ബിരിയാണി ഇല ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ചെറിയ കഷ്ണം പട്ട, 2-3 ഏലക്കായ, അതുപോലെ തന്നെ 2-3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം സ്റ്റാറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മൂപ്പിച്ചെടുക്കണം.
നമ്മളിപ്പം ആ ചങ്ക്സൊക്കെ പൊരിച്ചപ്പം കുറച്ച് ഓയിലിൽ മഞ്ഞ കളർ ഉണ്ടല്ലോ, മഞ്ഞളിട്ടതിൻ്റെ ആ ഒരു കളർ ഓയിലിൽ പിടിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു കളർ മാത്രമേ നമ്മുടെ ഈ ഒരു ചോറിനുണ്ടാവുള്ളൂ. വേറെ പൊടികളൊന്നും ഞാൻ പ്രത്യേകിച്ച് ഇതിൽ ചേർക്കുന്നില്ല. കുറച്ച് ഗരം മസാലയും കുറച്ച് പെപ്പർ പൗഡറും മാത്രമേ ചേർക്കുള്ളൂ. അപ്പം സ്പൈസസ് ഒക്കെ നന്നായി മൂത്ത് വന്നപ്പം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒരു ചെറിയ മീഡിയം സൈസിലുള്ള ഒരു സവാള മതിയാവും. നേർമയായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പം ബട്ടറിൽ നന്നായി ഇതൊക്കെ വഴന്ന് വരുമ്പം നല്ലൊരു മണമൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും ആ പച്ചമുളകിൻ്റെ കൂടെ അങ്ങ് ചതച്ചാൽ മതി. രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പം ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ഒക്കെ ആ പച്ചമണം ഒന്നങ്ങ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഒരു തക്കാളി അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം തക്കാളീൻ്റെ പുളിപ്പ് ഈ ഒരു ചോറിന് കിട്ടുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി തന്നെയാണ് എടുത്തത്. നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഓരോ വെജിറ്റബിൾസ് ഐറ്റം ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ ബീൻസ്, കോളിഫ്ലവർ, ക്യാബേജ്, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പനീർ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആഡ് ചെയ്യാം. പിന്നെ വെജിറ്റബിൾസൊക്കെ ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിൽ, അതായത് നന്ന നുറുക്കിയിട്ടുമല്ല എന്നാൽ അധികം വലിപ്പത്തിലല്ല അരിഞ്ഞെടുത്തത്. നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ അരിയുന്നില്ലേ, അതേപോലെ നന്ന നുറുക്കിയിട്ട് ചെറിയ സൈസാക്കിയിട്ടല്ല, കുറച്ചൊരു വലിയ സൈസിലാണ് അരിഞ്ഞെടുത്തത്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം. ആ ഒരു ബട്ടറിൽ നന്നായിട്ട് എന്താ പറയുക, വെജിറ്റബിൾസൊക്കെ വഴന്ന് കിട്ടുമ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ചതച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പം ഒരു 5-6 പച്ചമുളകാണ് ഞാനിപ്പം ചേർത്തത്. ഇതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും കൂടെ ചേർക്കും. ഈ ചോറ് അത്ര വലിയ സ്പൈസി അല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് എരിവ് അത്ര വേണമെന്നില്ല. ഞാനൊരു 5 എടുത്തിട്ടുണ്ട്. അത് നന്നായി മിക്സിയിലൊന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. എല്ലാം കൂടെ ഇപ്പം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചിട്ടുള്ള ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്രീൻ പീസ് ഫ്രോസൺ അല്ല, ഞാൻ കുറച്ച് സമയം ഒരു 2-3 മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിന്നെ അത് ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഉപ്പ് നമ്മൾ ചേർക്കുമ്പം ചോറിനും കൂടെ കണക്കായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്കിനി അരിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഈ വെജിറ്റബിൾസൊക്കെ ഒന്നങ്ങ് മാളി വരണമല്ലോ, ഒന്ന് എന്താ പറയുക, കുറച്ചൊന്ന് വെന്ത് കിട്ടണം. ചോറിൻ്റെ കൂടെ വേവും, എന്നാലും ഒന്ന് വേവാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഇട്ടിട്ട് ഒന്നങ്ങ് അടച്ച് വെക്കാം. അങ്ങനെ മൂടി അടച്ചിട്ട് ഞാനിപ്പോൾ ഒരു 1-2 മിനിറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള വെള്ളം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം 1.5 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, തിളച്ച് വരുമ്പോഴേക്കും അരി അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി നേരത്തെ ഞാൻ കഴുകിയിട്ട് അവിടെ വെള്ളം ഊറാനായിട്ട് വെച്ചത്, നന്നായിട്ട് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് അരി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ കണ്ടോ, ഇതിലേക്ക് ഞാനൊരു പൊടിയും ചേർത്തിട്ടില്ല. പക്ഷേ ആ എണ്ണയിലുള്ള ആ ഒരു മഞ്ഞ കളർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് നമ്മൾ ചങ്ക്സ് പൊരിച്ചെടുത്തപ്പോൾ ഉള്ള ആ ഒരു എണ്ണയിൽ മഞ്ഞളും പരങ്ങിയിട്ടുള്ള ഒരു കളറുണ്ടല്ലോ, അത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഞാനൊരു കളറൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ചേർത്താൽ മതി. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില, പുതിനയില, കറിവേപ്പിലൊക്കെ അരിഞ്ഞിട്ടങ്ങ് വിതറി കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, അടച്ചിട്ട് ഒരു വിസിലിന് വേവിച്ചെടുക്കാം. അപ്പം എൻ്റെ കുക്കറിന് ഒരു വിസിലാണ്. ചോറ് വേവാൻ ഓരോരുത്തരുടെ കുക്കറിൻ്റെ എത്രയാണോ വിസിൽ അത് നോക്കിയിട്ട് വെക്കണം. അപ്പോൾ ചോറ് അവിടെ വേവുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ചോറ് വെന്തതിന് ശേഷം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം. പിന്നെ സോയ ചങ്ക്സ് പൊരിച്ചത് ഞാൻ ചേർത്തിട്ടില്ല, അത് ലാസ്റ്റ് ചേർക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ള കുറച്ച് മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയുണ്ട്. പിന്നെ പൊരിച്ചെടുത്ത ഉള്ളിയും നട്ട്സും ഉണ്ട്. ഇതൊക്കെ ലാസ്റ്റ് നമുക്ക് ചോറായതിന് ശേഷം ചേർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ എൻ്റെ കുക്കർ ഒരു വിസിൽ വന്നപ്പം ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട്. പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് ഞാനിപ്പോൾ മൂടി തുറന്നത്. കണ്ടോ, നമ്മുടെ ചോറ് വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നന്നായി കുക്കായിട്ടുണ്ട്. വെജിറ്റബിൾസും ചോറും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പം മിക്സാക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചതുണ്ടല്ലോ, ഇനിയിപ്പം ചേർക്കാൻ വേണ്ടിയിട്ട് വെച്ചത്, അതൊക്കെ ഒന്നങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം സോയ ചങ്ക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊരിച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും കുറച്ചിപ്പം ചേർത്ത് കൊടുക്കാം. കുറച്ച് നമുക്ക് പിന്നെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇങ്ങനെയുള്ള ചോറിനൊക്കെ എനിക്ക് പെപ്പർ പൗഡറിൻ്റെ ആ ഒരു ഫ്ലേവർ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെപ്പർ ചേർക്കുമ്പം കുറച്ചും കൂടെ ടേസ്റ്റ് അങ്ങ് കൂടും, നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർ കുറച്ച് അധികം അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളകിന് പകരം ശരിക്കും പെപ്പർ പൗഡർ ചേർക്കുന്നതാണ് ശരീരത്തിനും നല്ലത്. ഇനി അടി തൊട്ട് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം എല്ലാത്തിൻ്റെയും ആ ഒരു ടേസ്റ്റും ഫ്ലേവറും കിട്ടണമെങ്കിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ചാൽ നല്ലൊരു ഫ്ലേവറൊക്കെ പിന്നെ അങ്ങ് ഇറങ്ങിക്കോളും. അങ്ങനെ ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ എന്ത് ചെയ്യാം, ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി ഇൻ പ്രഷർ കുക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ പൊടികളൊന്നും ഒരുപാടൊന്നും ചേർത്തിട്ടില്ല, നിങ്ങൾ കണ്ടതല്ലേ. ആ ഒരു മഞ്ഞൾപ്പൊടി പോലും ഞാൻ സോയാ ചങ്ക്സ് പൊരിക്കുമ്പോൾ ഉള്ള ആ ഒരു മഞ്ഞൾപ്പൊടി മാത്രമാണ്, അല്ലാതെ ചോറിലേക്ക് പ്രത്യേകിച്ച് ഞാനൊന്നും ചേർത്തിട്ടില്ല. ആ ഒരു എണ്ണയിൽ ഈ ഒരു ചോറ് മാളിച്ചെടുത്തത് കൊണ്ടാണ് ഈ ഒരു കളറും കിട്ടിയത്. ഇനി സോയാ ചങ്ക്സ് അങ്ങനെ പൊരിച്ചെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെജിറ്റബിൾസിൽ കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതിപ്പം സെർവ് ചെയ്തിട്ടുണ്ട്. മുകളിൽ കുറച്ച് പൊരിച്ച ഉള്ളിയും കാഷ്യോ ഒക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ ഇത് തിന്നാം. അപ്പം നല്ല ടേസ്റ്റിയാണ്. ആ ചൂടോട് കൂടിയിട്ട് തന്നെ തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. വെജിറ്റേറിയൻസിന് പ്രത്യേകിച്ചും ഇത് ഇഷ്ടമാവും, അല്ലാത്തവർക്ക് ഇത് ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയുകയും ചെയ്യണം. അപ്പം വെജിറ്റേറിയൻ സ്പെഷ്യൽ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ബിരിയാണിയാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അടുത്തുള്ള ബെലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോഴൊക്കെയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. നമുക്കിനി പുതിയ റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.